ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസമൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചോദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ലടാ, ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് ചോദ്യം അടുത്തൊരു ചോദ്യമുണ്ട്. വേറെ ഇതല്ലടാ, ചോദ്യം നോക്കിക്കോളൂ. ഓണപരീക്ഷയ്ക്ക് ഇത്തവണ വരും, ഫൈനൽ എക്സാമിന് വരും. ചോദ്യം ഇതാണ്: പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന എക്സ്പ്ലെയിൻ ദ റിട്ടേൺസ് ടു സ്കെയിൽ. കുടുങ്ങിപ്പോയില്ലേ, റിട്ടേൺസ് ടു സ്കെയിൽ സാറെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതാണ് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്ന വിശ്വാസത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇനി അതല്ല, നിങ്ങളിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള വീഡിയോയും ഇത് തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്ത് തന്നെയാലും ചോദ്യം ഇതാണ്: റിട്ടേൺസ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മളിത് എവിടെയാണ് കേട്ട് പഠിച്ചിട്ടുള്ളത്? വേറെ എവിടെയല്ല, നമ്മളിത് പഠിച്ചിട്ടുള്ളത് ലോങ് റണ്ണിലാണ്. എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ലോങ് റണ്ണിലാണ് എന്ത് വരിക? റിട്ടേൺ ടു സ്കെയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ലോങ് റണ്ണിലെ ഈ പറഞ്ഞ റിട്ടേൺസ് സ്കെയിൽ എന്നുള്ള സംഗതി നമുക്ക് നോക്കാം. നമുക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു സ്കെയിൽ റെഫേഴ്സ് ടു ദി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ടിനുണ്ടാണ് ചേഞ്ച് തന്നെ പറയുന്നത് അല്ലേ? കോസ്ഡ് ബൈ പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ഓൾ ഇൻപുട്സ്. എന്താ പറഞ്ഞേ? ഏതെങ്കിലും ഒരാളെ തല്ലിക്കൊണ്ട് ഡോൺ ആയവനല്ല, ഞാൻ തല്ലിയ 10 പേരും ഡോൺ ആയിരുന്നെന്ന് ആര് പറഞ്ഞു? KGF റോക്കി ബായ് പറഞ്ഞു. അതേപോലെ ഏതെങ്കിലും ഒരു ഇൻപുട്ടിന് മാറിക്കൊണ്ട് ഔട്ട്പുട്ട് മാറിയവനല്ല, ഞാൻ എല്ലാ ഇൻപുട്ടുകളെയും മാറ്റിയിട്ട് ഔട്ട്പുട്ട് കൂട്ടിയവനായിരുന്നു. ആര് പറഞ്ഞു? ഈ ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ആര് പറഞ്ഞു? ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ പറഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പോൾ KGF റോക്കി ബായ് പറഞ്ഞ പോലെ ആലോചിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ആര്? റോക്കി ബായ് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആരാണ്? ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ലോങ് റണ്ണിൽ നമുക്കറിയാം എല്ലാ ഫാക്ടേഴ്സും all factors of production, okay, all factors are വേരിയബിൾ. എന്താണ് വേരിയബിൾ? വേരിയബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും പറഞ്ഞു തരാൻ നിൽക്കണ്ട, നമുക്ക് തന്നെ അറിയാം. വേരിയിങ്, മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സന്തോഷം മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ സങ്കടം മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ഓരോരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ശരീരത്തിലെ ഓരോരോ കാര്യങ്ങളൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മാറിക്കൊണ്ടിരിക്കാത്തൊരു കാര്യം ഉണ്ടല്ലേ? നമുക്ക് മാറിക്കൊണ്ടിരിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ പേര് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുമോ? ഇല്ല, അത് ഫിക്സഡ് ആണല്ലേ. അതുപോലെ നമ്മുടെ ഫിക്സഡ് ആണ്. അതുപോലെ നമ്മുടെ കയ്യിന് എണ്ണം കണക്കുണ്ട്, കാലിന് എണ്ണം ഫിക്സഡ് ആണ്, കണ്ണിന് ഫിക്സഡ് ആണ്. ഇതിനൊക്കെ എണ്ണം കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന എന്ത് കാര്യത്തിൽ നമുക്ക് എന്ത് പറയാം? വേരിയബിൾസ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, മഴ പെയ്യുന്നതിൻ്റെ അളവ് മാറിക്കൊണ്ടിരിക്കും, സൂര്യൻ്റെ ചൂട് മാറിക്കൊണ്ടിരിക്കും, നമുക്ക് കിട്ടുന്ന കാറ്റ് മാറിക്കൊണ്ടിരിക്കും. മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എന്ത് പറയുന്നു? വേരിയബിൾ എന്ന് പറയുന്നു. ആൻഡ് ഫിക്സഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഫിക്സഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് റൺ അല്ല, ലോങ് റണ്ണിലേക്ക് എത്തുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും തന്നെ വേരിയബിൾസ് ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ദെൻ ക്യാപിറ്റൽ ആൻഡ് ഫൈനലി ഏതാണ്? ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയില്ലേ? ഈ പറഞ്ഞ ഭൂമി, തൊഴിൽ, സംഘാടനം, പിന്നെന്താ വരുന്നത്? മൂലധനം. ഈ 4 ഘടകങ്ങളും കൂടി ചേർത്തിട്ടാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ത്? ലോങ് റൺ എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് റണ്ണിലാണ് നമ്മൾ എന്ത് പറയുന്നത്? എല്ലാ ഇൻപുട്ടിലുള്ള ചേഞ്ചിനനുസരിച്ച് ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയാലേ, നമ്മളിപ്പോൾ എന്താണ് ശർക്കര ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് കരിമ്പ് തന്നെ ഉപയോഗിക്കണം. ശർക്കര ഉണ്ടാക്കാൻ മണ്ണ് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ശർക്കര ഉണ്ടാക്കാനുള്ള ഇൻപുട്ട് ഏതാണ്? കരിമ്പ്. കരിമ്പിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ശർക്കരയുടെ അളവ് കൂടും, കരിമ്പിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ ശർക്കരയുടെ അളവ് കൂടും. സിമ്പിൾ. ഈ ലോജിക്കാണ് നമുക്ക് ഇവിടെ വേണ്ടത്. നോക്കിക്കോട്ടെ. ഇനി when all inputs are changed in the same proportion, എല്ലാ ഇൻപുട്ടുകളും ഒരേ പ്രൊപ്പോർഷനിൽ, ഇപ്പോൾ എത്രയാണ്? 10% ഇൻപുട്ട് കൂട്ടി. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന റോ മെറ്റീരിയൽസ് 10% കൂട്ടി, അഥവാ നമ്മൾ 10% കരിമ്പ് കൂട്ടിയെങ്കിൽ എന്ത് ചെയ്യും? 10% ശർക്കരയാണ് കൂടിയത്. എത്രയാണ്? 10% ശർക്കരയാണ് കൂടിയെങ്കിൽ എന്താ അതിന് പറയാം? അത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ 3 സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ കൂടുന്നതിന് 3 സ്റ്റേജുകളിലൂടെ കടന്നു വന്നിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ. നമ്മുടെ സിമ്പിൾ ലോജിക് ഓഫ് മീനിങ്, ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ലോജിക് വെച്ച് നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ 10% ഇൻപുട്ട് കൂട്ടി. എന്ത് കൂട്ടി? ഇൻപുട്ടിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്തു? 10% കൂട്ടിയെന്ന് വിചാരിക്കുക. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? 10% തന്നെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ 10% ഇൻക്രീസ് തന്നെയാണ് ഔട്ട്പുട്ടിൽ വന്നതെന്ന് വിചാരിക്കുക. എന്താണ്? നമ്മുടെ ഇൻപുട്ടിൽ 10% കൂട്ടി, അപ്പോൾ എന്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? 10% തന്നെ ഔട്ട്പുട്ടിൽ മാറ്റം വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്തു? 10% നമ്മൾ എന്ത് ഇൻപുട്ടിൽ കൂട്ടിയെന്ന് വിചാരിക്കുക. ഇൻപുട്ടിൽ 10% തന്നെയാണ് കൂട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കരിമ്പിൻ്റെ അളവ് 10% കൂടി കൂട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷേ അവിടെ മാറ്റം വന്നു. എന്താണ്? 10% അല്ല, കരിമ്പ് എന്താ അറിയില്ല, ഭയങ്കര മധുരമുള്ള കരിമ്പായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കൂടുതൽ ശർക്കര ഉണ്ടായി. അതായത് 10%-ത്തേക്കാൾ കൂടുതൽ ഒരു 20% ശർക്കര ഉണ്ടായത്. ഓക്കെ, 20% ഇൻക്രീസ് എവിടെ ഉണ്ടായി? ഔട്ട്പുട്ടിലുണ്ടായി. നമ്മുടെ ശർക്കരയിൽ 20% വളർച്ചയാണത്. ഇനി ചില സിറ്റുവേഷൻ എന്ത് ചെയ്യും? കരിമ്പിന് ചിലപ്പോൾ നീര് കുറയും അല്ലേ? ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഇൻപുട്ടിൻ്റെ അളവ് 10% നമ്മൾ കൂട്ടി.
10% കൂട്ടിയിട്ടും കാര്യമില്ല, കരിമ്പിൽ നീര് കുറവായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് തന്ന കരിമ്പ് തന്ന ആൾ കർഷകൻ നമ്മളെ പറ്റിച്ചു അല്ലേ, അല്ലെങ്കിൽ കർഷകനല്ല, കർഷകൻ പറ്റിക്കൂല, ആരാ പറ്റിക്കുക, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാരാണ് പറ്റിക്കുക അല്ലേ. ഞാൻ കണ്ടെടുത്തോളം സത്യമുള്ള ആൾക്കാരാണ് ഒരു കർഷകർ. അപ്പോൾ കർഷകർ പറ്റിച്ച് ഇടനിലക്കാർ പറ്റിച്ചു, നമുക്ക് കിട്ടിയ കരിമ്പിന് 10% വർധനവ് പോലും ഉണ്ടായില്ല. എത്ര ഉണ്ടായത്? വെറും 5% വർധനവാണ് ഔട്ട്പുട്ടിൽ വന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളൊരു കാര്യം നോക്കുക, ഇവിടെ 3 സിറ്റുവേഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഒന്നാമത്തെ സിറ്റുവേഷൻ നോക്കിയേ, ഈ ഫസ്റ്റ് സിറ്റുവേഷൻ എത്ര ശതമാനമാണോ ഇൻപുട്ടിൽ ചേഞ്ച് ചെയ്യുന്നത് അതിനോട് തന്നെ അത്ര ശതമാനം തന്നെ എവിടെയും വന്നു ഔട്ട്പുട്ടിൽ ചേഞ്ച് വന്നു അല്ലേ. ഒരുപോലെ വരുന്ന ഈ ഒരു ചേഞ്ച് നമ്മൾ പറയുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്നാണ് പറയുക. എന്താ പറയുക? കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. കോൺസ്റ്റന്റ് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരുപോലെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നു അല്ലേ. രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തെ എന്താ സംഭവിച്ചത്? ഞാൻ 10% ഇൻക്രീസ് ഇൻപുട്ടിൽ ചെയ്തു, പക്ഷേ ഔട്ട്പുട്ടിൽ എത്ര കൂടെ? വെറും 20%. ഇരട്ടി ഉണ്ടല്ലേ, ഒരുപാട് കൂടി. അപ്പോൾ കൂടുന്നതിന് നമ്മൾ എന്താ പറയുക? ഇൻക്രീസിങ് ആണല്ലേ. അതേ പേരാണ് ഇവിടെ വരുന്നത്, ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ഉണ്ട്, മൂന്നാമത്തെ നോക്കി നിങ്ങളുടെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ 10% ഇൻപുട്ട് ഞാൻ കൂട്ടി, പക്ഷേ എന്നെ ആരൊക്കെ പറ്റിച്ചതിൻ്റെ ഭാഗമായിട്ട് 5% മാത്രമേ ഔട്ട്പുട്ട് കൂടുള്ളൂ, കൊടുത്തതിന് അത്രത്തോളം എനിക്ക് കിട്ടിയില്ല അല്ലേ. അപ്പോൾ എന്താ ചെയ്തത്? കുറയുന്നതിന് നമ്മൾ എന്താ പറയുക? ഡിക്രീസ് ചെയ്യാന്നോ ഡിമിനിഷ് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിമിനിഷ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് വേർഡ് ഉപയോഗിക്കുന്നു. ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ 3 സ്റ്റേജുകളാണ് ഇവിടെ ഉണ്ടാവുക, ഈ പറഞ്ഞിരിക്കുന്ന ലോങ് റണ്ണിൽ ഉണ്ടാവുക. അപ്പോൾ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് മെയിനായിട്ട് എത്രയാണ്? റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് 3 സ്കെയിലുകളുള്ളത്. ആ 3 സ്കെയിലുകളാണ് ഞാനിവിടെ കാണിച്ചിരുന്നത്, CRS, IRS, DRS. ഇനി ഇതിനൊരു ഗ്രാഫ് ഉണ്ട്, നമുക്ക് നോക്കാം അത്. അപ്പോൾ അതിൽ ആദ്യം ഇൻക്രീസിങ് റിട്ടേൺ ആണ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. ഓക്കെ, ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഓൾ ഇൻപുട്സ് ലീഡ്സ് ടു മോർ ദാൻ. കണ്ടല്ലോ, മോർ എന്ന് പറഞ്ഞാൽ അധികം വർധനവ് അല്ലേ. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്ത ചേഞ്ചിനേക്കാൾ വലിയൊരു ചേഞ്ച് അവിടെ ഉണ്ടാവുന്നു ഔട്ട്പുട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പറഞ്ഞവരാണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കേസ്, രണ്ടാമത്തെ കേസ്. ഓക്കെ ആണല്ലോ. ഇനി എല്ലാ ഇൻപുട്ടുകളുടെയും ആനുപാതികമായ മാറ്റം ഔട്ട്പുട്ടിലെ ആനുപാതിക മാറ്റത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ, അപ്പം മാറ്റത്തിനേക്കാൾ കൂടുതൽ ചേഞ്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞവരാണ് കണ്ണടച്ച് ചെയ്താൽ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. എന്താണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ അല്ലേ. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഗ്രാഫിൽ എങ്ങനെയാണ് സംഭവിക്കുക? പ്രൊഡക്ഷൻ്റെ ഗ്രാഫിൽ ഇങ്ങനെ ഇൻക്രീസിങ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുക, പ്രൊഡക്ഷൻ്റെ ഗ്രാഫിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻക്രീസിങ് ഇങ്ങനെ ചെയ്തു പോകും അല്ലേ. ഇനി രണ്ടാമത്തെ ആളല്ലേ, ആരാണ്? കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയും, CRS എന്ന് പറയും. അതായത് എന്താ സംഗതി എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഓൾ ഇൻപുട്ട്സ്. ഓക്കെ, അതെന്ത് ചെയ്യും? അതേപോലെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ചെയ്യുന്ന, പ്രൊപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞാൽ ആനുപാതികമായിട്ട് നമ്മളെ ഇൻപുട്ടിൽ കൊടുത്ത ചേഞ്ച് എത്രയാണോ അതിനോട് ആനുപാതികമായിട്ട്. ഇപ്പം 10% ചേഞ്ച് ആണെങ്കിൽ അവിടേക്കും 10%-ഓളം തുല്യമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പോൾ ആനുപാതികമായ മാറ്റത്തിന് കാരണമാവുകയാണെങ്കിൽ അതിന് പറഞ്ഞവരാണ് CRS. എന്താ പറയുക? CRS, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ അറിയില്ല? ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരിക, കോൺസ്റ്റന്റ് അല്ലേ, രണ്ടും ഏകദേശം ഒരേപോലെ പോകുമ്പോൾ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക വരാറുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ആൾ നമുക്കറിയുന്ന ആൾ തന്നെയാണ് ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. എന്താണ് ഡിമിനിഷിങ് എന്ന് പറയുമ്പോൾ? കുറയുന്നതാണ് അല്ലേ, ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ പ്രത്യേകത എന്താ നോക്കിയേ, നമ്മുടെ എല്ലാ ഇൻപുട്ടിലും പ്രൊപ്പോർഷനിൽ ചേഞ്ച് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിനേക്കാൾ കുറവ് ചേഞ്ച്, ലെസ് എന്ന് കണ്ടല്ലോ നിങ്ങളുടെ. അതായത് മാറ്റത്തിനേക്കാൾ കുറവായ ചേഞ്ചാണ് ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. ഓക്കെ, ഇൻപുട്ട് മാറി ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ കരിമ്പിൽ പറ്റിച്ചു, 10% ചേഞ്ചിൻ്റെ കൊടുത്തോടുത്ത് എന്ത് ചെയ്തു? വെറും 5% മാറ്റമാണ് ഔട്ട്പുട്ടിൽ കിട്ടിയതെങ്കിൽ ആ സിറ്റുവേഷൻ പറഞ്ഞവരാണ് ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. നമ്മളെന്ത് പറയും? DRS എന്ന് പറയും അല്ലേ. ഡെക്വർത്ത് ലൂയിസ് നിയമമൊന്നുമല്ല, DRS എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? നേരെ തിരിച്ചാണ്. നോക്കിയേ, ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വരിക, നമ്മുടെ ഡിമാൻഡ് കർവ് പോലെ വരിക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 കർവുകളുണ്ടല്ലോ, ഇവരെ 3 പേരും ചേർത്തിട്ട് നമുക്ക് ഒരൊറ്റ കർവായിട്ട് തൽക്കാലം ഇപ്പോൾ വരച്ചെടുക്കാം. നോക്കിക്കോളൂ, ഈ പറഞ്ഞിരിക്കുന്ന ഇൻക്രീസ് റിട്ടേൺ, കോൺസ്റ്റന്റ് റിട്ടേൺ ആൻഡ് ഡിമിനിഷിങ് റിട്ടേൺ. നോക്കിയാൽ നിങ്ങളുടെ ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ ആൻഡ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആൻഡ് ഫൈനലി ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് കണ്ടല്ലോ. 3 പേര് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇങ്ങനെ 3 പേരാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ റിട്ടേൺ സ്കെയിൽ തന്നെ. അപ്പോൾ റിട്ടേൺ ടു സ്കെയിൽ എവിടെയാണ്? റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റണ്ണിലാണ് പറയാറില്ലേ. റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് എവിടുത്തെ പ്രൊഡക്ഷനാണ്? ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറയുന്നവരാണ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പേരാണ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അത് 3 സ്റ്റേജുകളുണ്ട്. ആ 3 സ്റ്റേജാണ് നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് ചോദ്യം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വീണ്ടും വൈൻഡപ്പ് ചെയ്യുന്നു. 1 second, it's me, Self Sabin, signing out from Edgeboard. Happy learning all.